ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്ക് ആൻഡ് ക്രാഫ്റ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്രാഫ്റ്റ് സീരീസിലെ സെക്കൻഡ് വീഡിയോ ആണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ യൂസ് ചെയ്യാത്ത പഴയ ക്ലോത്ത്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് വർക്കാണ്. ചുമ്മാ സസ്പെൻസ് ഇട്ട് കൊള്ളാക്കുന്നില്ല, ഡോർമേറ്റ് ആണ് സംഭവം. നമ്മൾ ചവിട്ടിയെന്നും പറയും. അപ്പോൾ നമ്മുടെ റൂമിൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയ പ്രൊഡക്ട്സ് യൂസ് ചെയ്ത് കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു സന്തോഷമൊക്കെ ഉണ്ടാവത്തില്ലേ? അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ പുതിയതായിട്ടിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ളൊരു ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക, അതിൽ ഓൾ കൂടി കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് ആകെ ഒരു പ്രൊഡക്റ്റ് മാത്രമേ ആവശ്യമുള്ളൂ, നമ്മുടെ പഴയ തുണി അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാത്ത നമ്മുടെ ഓൾഡ് ക്ലോത്ത്സ്. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നല്ല നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. മാക്സിമം ലെങ്ത്ത് കിട്ടുന്ന രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഏത് മെറ്റീരിയൽ ആയാലും ഒരു കുഴപ്പമില്ല. ഞാനിവിടെ എടുത്തിട്ടുള്ളത് എൻ്റെ പഴയ ലെഗിൻസാണ്, യൂസ് ചെയ്യാത്തത്. അപ്പം നമ്മളത് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. ഏത് കളറായാലും ഒരു കുഴപ്പമില്ല, അതൊക്കെ നമ്മുടെ ഇഷ്ടം. സർക്കിൾ പാറ്റേണിലാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് സ്ക്വയർ പാറ്റേൺ ആയാലും ഓവൽ ഷേപ്പ് ആണെങ്കിലും ഏത് ഷേപ്പ് ആണെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പം ഇങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഗ്രീൻ വൈറ്റ് കോമ്പിനേഷൻ സെൻറ്ററിലും അതുപോലെ തന്നെ ബ്ലാക്ക് വൈറ്റ് കോമ്പിനേഷൻ പുറത്തുനിന്നുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഞാൻ ചെയ്തത്. അപ്പോൾ നമ്മുടെ എല്ലാ പീസും ഇതുപോലെ റൗണ്ട് ചെയ്തിട്ട്
നല്ല സെക്യൂർ ആയിട്ട് തുന്നി കൊടുക്കുക. വിട്ടുപോരാത്ത രീതിയിൽ വേണം തുന്നാനായിട്ട്, നല്ലപോലെ ടൈറ്റ് ചെയ്തിട്ട് വേണം തുന്നാനായിട്ട്. അതുപോലെ തന്നെ എൻഡിൽ വരുമ്പോൾ നല്ലോണം സെക്യൂർ ചെയ്ത് വെക്കുക. എൻഡിൽ വരുമ്പോൾ മാത്രം നമ്മൾ ഡബിൾ നൂലിട്ടിട്ട് വേണം തുന്നാനായിട്ട്. അപ്പോൾ കുറച്ചുകൂടി സെക്യൂർ ആയിട്ട് അതിരിക്കും. കംപ്ലീറ്റ് ഡബിൾ നൂൽ ഇടാൻ പറ്റുകയാണെങ്കിൽ അതാണ് ബെറ്റർ. ഇല്ലാന്നുണ്ടെങ്കിൽ എൻഡ് ഭാഗത്ത് വരുന്ന പോർഷനിൽ മാത്രം ഡബിൾ നൂലിട്ടിട്ട് തുന്നി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചവിട്ടി ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് തുന്നി കഴിഞ്ഞിട്ടുണ്ട്. സംഭവം കിടുവാണ്. നമ്മുടെ റൂമിൽ ഇതിങ്ങനെ കിടക്കണം, കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. പെട്ടെന്ന് അറിയത്തില്ല നമ്മളിത് എങ്ങനെയാണ് ചെയ്തത്, ഇത്ര സിമ്പിളായിട്ടാണോ നമ്മൾ ചെയ്തതെന്നൊന്നും പുറത്തുനിന്ന് ഒരാൾ കാണുമ്പോൾ ഇതങ്ങനെ അറിയത്തില്ല. ഇവിടെ എല്ലാവർക്കും സംഭവം ഇഷ്ടമായിട്ടോ ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. ആകെ തുണി മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. നമ്മൾ യൂസ് ചെയ്യാതെ കളയുന്ന തുണി മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഫ്ലോറൽ പ്രിൻ്റ് ഉള്ള മെറ്റീരിയൽ യൂസ് ചെയ്താൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.